തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മെൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. നമ്മൾ സ്റ്റുഡൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട അവരുടെ ഒരു ക്വയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എങ്ങനെ ചെല്ലാം, സെറ്റിൽ ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കാറ്. ഇതിൽ തന്നെ ഇവർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ അവിടെ പോയിട്ട് സെറ്റിൽ ആവാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് എപ്പോഴും വരുന്നത്. ഈ സെറ്റിൽ ആവാം എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെ അവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻസ് കിട്ടാം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിൽ എപ്പോഴും നമുക്ക് അവിടെ PR കിട്ടുക എന്നുള്ളത് പുതിയ നോംസ് പ്രകാരം ബുദ്ധിമുട്ടാണ്. അവിടെ പെർമനൻറ്റ് റെസിഡൻസോ അല്ലെങ്കിൽ നമ്മളൊക്കെ അവിടുത്തെ സിറ്റിസൺഷിപ്പിലോട്ടോ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോയിൽ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടാനും അതിനുശേഷം നമുക്ക് അവിടെ ഒരു സിറ്റിസൺഷിപ്പ് എടുക്കാനും പോസിബിലിറ്റി ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കൺട്രി ഓസ്ട്രേലിയ തന്നെയാണ്. ഇപ്പോഴും PR ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ്. അങ്ങോട്ട് ഒരു സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ പ്രോഗ്രാമിലോ എത്തിപ്പെടുക എന്നുള്ളത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ വൺസ് അവിടെ എത്തിപ്പെട്ടാൽ, പ്രത്യേകിച്ച് സ്റ്റെം പോലത്തെ കോഴ്സുകളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്കൊന്ന് സെറ്റിൽ ആവാനായിട്ടുള്ള ഒരു വർക്ക് വിസയിൽ നിന്നും നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാനും അതുപോലെ നമുക്ക് അവിടെ ഫാമിലിയായിട്ട് സെറ്റിൽ ആവാനും പറ്റിയ ഒരു രാജ്യം ഓസ്ട്രേലിയയാണ് ഓഫ് കോഴ്സ്. ഇനി മറ്റൊരു രാജ്യം ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിലും അവിടെ PR ഫ്രണ്ട്ലി ആയിട്ടൊരു കൺട്രിയാണ്. അവിടെയും ഓസ്ട്രേലിയ പോലെ തന്നെ എത്തിപ്പെടാൻ വളരെ പാടാണ്. പക്ഷേ അവിടുത്തെ റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ആളാണ്, അവിടുത്തെ ഷോർട്ട് ലിസ്റ്റഡ് ജോബ് പ്രൊഫൈലിൽ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോഴും അവിടെ നമുക്ക് ഒരു PR എടുക്കാനും അതിനുശേഷം ഒരു വർക്ക് വിസയിലോട്ട് മാറി PR എടുക്കാനും അതിനുശേഷം അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് എടുക്കാനും എളുപ്പമായിട്ടുള്ള ഒരു രാജ്യം ന്യൂസിലൻഡാണ്. മറ്റൊരു രാജ്യം അയർലൻഡാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈൽസിന് മാത്രമാണ് അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി ന്യൂസിലൻഡിനെയും ഓസ്ട്രേലിയനെയും കമ്പയർ ചെയ്യുമ്പോൾ കുറേയും കൂടി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെതായ ചെറിയ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ കോഴ്സ് കഴിഞ്ഞു നമ്മളവിടെ വർക്ക് വിസയ്ക്ക് കയറി അതിനുശേഷം നമുക്കൊരു PR എടുക്കാനും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് എടുക്കാനും നമുക്ക് ഓപ്ഷനുള്ള ഒരു രാജ്യമാണ് അയർലൻഡ്. മറ്റൊരു രാജ്യമാണ് UK. ഇപ്പോഴും അവിടെ 5 വർഷം വർക്ക് വിസയിൽ നിന്നാൽ നമുക്ക് 5 വർഷത്തിന് ശേഷം നമുക്ക് PR എടുക്കാനും അതിനുശേഷം 1 വർഷത്തിന് ശേഷം നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ള രാജ്യമാണ് UK. പക്ഷേ അവിടെ വർക്ക് വിസ ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈൽസിന് മാത്രമേ കിട്ടാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഡ് ട്രൂത്ത്. ബേസിക്കലി ഹെൽത്ത് കെയർ പ്രൊഫഷനും അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനാണ് കൂടുതലും, അല്ലെങ്കിൽ ഫാർമസിയോ ഡെന്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ആർട്ട് ഫോംസ് പോലത്തെയുള്ള കോഴ്സുകൾ എടുക്കുന്നവർക്കാണ് കൂടുതലും വേറൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. മറ്റൊരു കൺട്രി ജർമ്മനിയാണ്. ജർമ്മനിയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ എത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഒരു ജർമ്മൻ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ C1 C2 എക്സാം വരെ എഴുതി ക്ലിയർ ചെയ്ത് അതുപോലെ തന്നെ നിശ്ചിത സാലറിയുടെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ ചെയ്താലാണ് ഫാമിലിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിശ്ചിത സാലറി നമുക്ക് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലാണ് ഫാമിലിനെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴും PR ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു രാജ്യം കാനഡയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാലറി ബെഞ്ച് മാർക്സും പ്രൊഫഷനും ഒക്കെ കുറെ മാറ്റിയെങ്കിൽ പോലും കാനഡയിൽ ഇപ്പോഴും നമുക്ക് അവിടുത്തെ സിറ്റിസൺ ആവാനുള്ള ഓപ്ഷൻ കാനഡയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് USA. അവിടെ പോയി പഠിച്ചതിന് ശേഷം ജോലി കണ്ടുപിടിച്ച് നമുക്ക് അവിടുത്തെ ഇതിൽ നിന്ന് ഗ്രീൻ കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോഴും US അവൈലബിൾ ആണ്. US അത്യാവശ്യം ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം അത്യാവശ്യം നിയമമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെയും ആവശ്യമുണ്ട്. എന്തായാലും നിയമങ്ങളിൽ ഇതുവരെയായിട്ടും പ്രത്യേകിച്ച് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ പോലും USA നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കൺട്രിയാണ്. സോ കൂടുതൽ കണ്ടന്റ് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ സെപ്റ്റംബർ ഇൻടേക്ക് പഠിക്കാൻ നോക്കുന്ന സ്റ്റുഡൻസ് ആണ്, പുറത്തോട്ട് പോകാൻ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. നമ്മളുടെ വാട്സപ്പ് നമ്പറാണ് വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.